അർജുനേട്ടാ എന്താ ഫോൺ എടുക്കാത്ത? ഞാന് ഫോണ് കൊടുത്തിട്ടില്ല. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ വിളിച്ചു. ഇന്നലെ വിളിച്ചിരുന്നാ? അറിഞ്ഞിട്ടില്ല. അതെ, നാളെ എന്റെ വീടിന്റെ ജപ്തിയാണ്. ഇജ്ജ് എന്നെ ഒന്നും സഹായിക്കണം. ഞാനിപ്പോ എങ്ങനെ നിങ്ങളെ സഹായിക്കുക? ഇജ്ജ് തരാനുള്ള 10,000 കൊണ്ടാ. നിങ്ങൾ ഇപ്പൊ പറഞ്ഞപ്പോ ഞാനിപ്പോ എവിടെ ഉണ്ടാക്കാനാ? എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയണല്ലേ. നിങ്ങള് വേറെ എന്തെങ്കിലും നോക്കി. ഇപ്പൊ എന്നെ കൊണ്ടൊരു നിർവാഹമില്ല. എന്റെ കുടുംബം തെരുവിൽ ഇറങ്ങേണ്ടി വരും. ചതിക്കരുത്. ഞാനിപ്പോ എവിടെ നിന്ന് തരാ? നിങ്ങള് പൈസ തന്നിട്ടുണ്ട്, എന്റെ ഒക്കെ ഇപ്പൊ തരാൻ വേണ്ടേ? നിങ്ങൾ വേറെ ഏതെങ്കിലും പോയിന്റ് നോക്കി. എന്റെ നിങ്ങൾ കിട്ടണേ ഞാൻ നോക്കണ്ട് കേട്ടാ. കായ് കടം മേടിക്കണത് തിരിച്ചു കൊടുക്കാനാ? പിന്നെ കായ് പിടിക്കാൻ നിൽക്കണം. എന്താ മൂപ്പരെന്താ പറഞ്ഞത്? മൂപ്പർക്ക് പൈസ കൊടുക്കണ്ട? പൈസ ഒക്കെ കൊടുക്കണ്ട ചെങ്ങായി. ആണ് കൊടുക്കാനില്ല എനിക്ക്. എന്താ എന്നോട് ഞാൻ പറയാ? പാവാട്ട അയാളെ വീട് ജപ്തി ചെയ്യാൻ പോവാ. എന്തേലും ഉണ്ടെങ്കിൽ അവിടെ കൊടുത്താളെ. അതിലും കഷ്ടമാണ് എന്റെ അവസ്ഥ. സംഗതി അലക്കുന്ന പൈസ മേടിച്ചിട്ടുണ്ട്, കൊടുക്കാനൊക്കെ ഇപ്പൊ വേണ്ടേ? ഞാൻ എന്താ ചെയ്യാ? ഇജ്ജ് എങ്ങനെയെങ്കിലും പൈസ കൊടുത്ത് ഒഴിവാക്കാൻ നോക്ക്. വെറുതെ ചെവി ചെയ്യാൻ നിൽക്കണ്ട. എടാ, ഈ അറിഞ്ഞില്ലേ അപ്പുളിയേട്ടൻ മരിച്ചത്? ആടാ, ഞാൻ അറിഞ്ഞു. എന്തിനാ മൂപ്പത് ചെയ്യുന്നല്ലേ? കടം കൊണ്ട് തന്നെ. നമ്മളൊക്കെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മള് സഹായിക്കില്ല മൂപ്പരെ. എന്ത് സഹായിക്കണേ? ഇജ്ജ് ഇന്നലെ മൂപ്പർക്ക് കൊടുക്കാനുള്ള പൈസ കൊടുക്കണേ മൂപ്പര് ഇങ്ങനെ ചെയ്യുവോ? ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ എന്തിനാ സഹായം? ജീവിച്ചിരിക്കുമ്പോഴല്ലേ ഇതൊക്കെ വേണ്ടിയത്? ഇപ്പൊ തന്നെ കണ്ട കടമുള്ളത് പറഞ്ഞൂടെ? പിരിച്ചു തരില്ലേ? നാട്ടുകാരെ സഹായിക്കില്ലേ? വല്ലാത്തൊരു അവസ്ഥ തന്നെ.